ശ്രീ ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു റീഡിങ്, അതായത് നിങ്ങളുടെ എനർജിയാണെന്ന് ഞാൻ നോക്കുന്നത്. നിങ്ങളുടെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചറാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങളിലേക്ക് അനുഗ്രഹിക്കപ്പെട്ട ചില ചേഞ്ചസ് അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻസ് വരുന്നു എന്നുള്ളതാണ്. വരുന്നത് എങ്ങനെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് കാർഡ്സിലൂടെ നോക്കുന്നത്. ഓക്കെ, നമ്മളിത് മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും കാണാം. ടൈംലെസ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവില്ല, റെസനേറ്റ് ആവുന്നവർ എടുക്കൂ, അല്ലാത്തവർ വിട്ടേക്കൂ. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പിലൂടെ. ഓക്കെ, പിന്നെ വിളിച്ചിട്ട് അന്വേഷിക്കാം കേട്ടോ. പിന്നെ വാട്സപ്പിൽ നിങ്ങളുടെ ബാക്കി ഡീറ്റെയിൽസ് ഇടാൻ വേണ്ടിയാണ് വാട്സപ്പ് തരുന്നത്, നമ്പർ തരുന്നത് കേട്ടോ. ഓക്കെ, ദെൻ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. നമുക്ക് 7 ഓഫ് സ്വോർഡ്സ് ആണ് ആദ്യത്തെ കാർഡ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് ട്രോമ അനുഭവിച്ചിരിക്കുന്നു എന്നാണ്. അതായത് ചതികളിലൂടെ കടന്നു പോയിരിക്കുന്നു. ഒരുപാട് ചതിച്ചിട്ടുണ്ട് നിങ്ങളെ ആരൊക്കെയോ. നിങ്ങൾ നല്ലപോലെ ചതിയൊക്കെ നേരിട്ടിരിക്കുന്നു. അതൊരു നുണപ്രചരണങ്ങൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പല സാധനങ്ങളോ സ്നേഹമോ എന്തുമാവട്ടെ അപഹരിച്ചു കൊണ്ട് കടന്നു പോയിരിക്കുന്നു. നിങ്ങളിലുള്ളതൊക്കെ അപഹരിച്ചു കൊണ്ടുപോവുക, നിങ്ങളെ എന്നിട്ട് മോശക്കാരിയാക്കി മോശക്കാരനാക്കി ചിത്രീകരിക്കുക. ഇത്തരത്തിലുള്ള ചില ചതികൾ നിങ്ങളുടെ ലൈഫിൽ നടന്നിരിക്കുന്നു എന്നാണ് നമുക്ക് ഇന്നിവിടെ ആദ്യത്തെ കാർഡ് കിട്ടിയിരിക്കുന്നത്. നമ്മളുടെ ഒരു പാസ്റ്റ് ആണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ സാമ്പത്തിക ഇടപാടുകളിൽ വളരെയധികം കൃത്രിമം കാണിച്ചിരിക്കുന്നു ഈ വ്യക്തി എന്നാണ്. നിങ്ങളെ അങ്ങനെ ചെയ്തിരിക്കുന്ന ആ വ്യക്തി സാമ്പത്തികമായ ചില ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടാക്കിയിരിക്കുന്നു. അതെല്ലാം തൻ്റേതാക്കി വെച്ചിരിക്കുന്നു, അടക്കി ഭരിച്ചിരിക്കുന്നു. നിങ്ങൾ അത്രയും വിശ്വസിച്ചിരുന്നു ആളെ എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ വഞ്ചിക്കാൻ എളുപ്പമായിരുന്നു. നമ്മളെ കണ്ണടച്ച് ഒരാളെ വിശ്വസിക്കുമ്പോഴാണ് നമ്മളെ ചതിക്കാൻ എളുപ്പം ആകുക മറ്റുള്ളവർക്ക്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ വിശ്വസിച്ച് നിങ്ങളുടെ ബിസിനസ്സായിരിക്കാം ഒരുപക്ഷെ, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറായിരിക്കാം, ആരുമാവട്ടെ ആ ആൾ നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അപഹരിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് കാർഡ്. അതുകൊണ്ട് പലപ്പോഴും നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുവാൻ വളരെ അധികം ബുദ്ധിമുട്ടിയിരുന്നു എന്ന് കാണിക്കുന്നു. ഒരു ജഗ്ലിംഗ് മോഡിലായിരുന്നു നിങ്ങളെ. ഒരു കാര്യം പറയുന്നത് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയാതെ പോവുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണ് ഞാൻ പറയേണ്ടത്, ഞാൻ എന്താണ് തീരുമാനമെടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് പോലും അറിയില്ല. ഞാൻ ആരെയാണോ വിശ്വസിച്ചത് ഇത്രയും കാലം, ആ വിശ്വസിച്ച ആളെ എന്നെ ചതിച്ചിരിക്കുന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത്. ഞാൻ ഇങ്ങനെയല്ല കണ്ടത് ആളുകളെ. പക്ഷേ എന്നെ അട്ടപ്പട്ടലം നമ്മളെ എന്താ പറയുക, ഒരു വാക്കുണ്ട്, അത് പറയുന്നില്ല. അടപടലം നമ്മളെ നശിപ്പിച്ചു, അല്ലെങ്കിൽ നമ്മളെ ചതിച്ചു എന്ന് പറയാം നമുക്ക്. ഓക്കെ, 10 ഓഫ് വാൻസ് എന്നിട്ട് കാർഡ് വന്നിട്ടുണ്ട്. ഈ കാർഡെന്ന് പറയുമ്പോഴത്തേനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരിക്കുന്നു, സ്ട്രെസ്സിലൂടെ പോയിരിക്കുന്നു നിങ്ങൾ എന്നാണ്. നിങ്ങളുടെ ജോലിഭാരം കൊണ്ടും നിങ്ങൾ കഠിനാധ്വാനം കൊണ്ടും ഓവർ റെസ്പോൺസിബിലിറ്റി കൊണ്ടും ഒക്കെ തളർന്നിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഈ വക ട്രോമാസിൽ നിങ്ങൾ വളരെയധികം തകർന്നു പോയി തരിപ്പണമായി പോയിരിക്കുന്നു എന്ന് കൂടി നമുക്ക് ഇവിടെ നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചിരുന്നു പണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആ പാസ്റ്റിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചിരുന്നു. ആ ചെയ്തു വെച്ചിരുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുന്നു എന്നാണ്. അപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക സോഴ്സിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ വേറെയും ചെയ്തു വെച്ചിട്ടുണ്ട്. കൊണ്ടുപോയതെല്ലാം കൊണ്ടുപോയി, എന്നാലും വേറെ കുറച്ച് കാര്യങ്ങളെല്ലാം നിങ്ങൾ അഡീഷണൽ ചെയ്തു വെച്ചിരുന്നു. അതിൻ്റെ ഒരു ബലം കിട്ടുവാൻ നിങ്ങൾ കാത്തിരിക്കുന്നു. ഇവിടെ സൈലൻ്റായിട്ട് കാത്തിരിക്കുന്നു എന്നാണ്. നിങ്ങൾ വളരെ സൈലൻ്റാണ് ഇപ്പോൾ. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നു, മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നു. നിങ്ങളുടെ ആ ഒരു ഇപ്പോഴത്തെ പ്രസൻറ്റ് കണ്ടീഷനാണ് ചെയ്യുന്നു. നിങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു. സാമ്പത്തികമാണല്ലോ, ഒരു സുരക്ഷിതത്വ ബോധം നമുക്കുണ്ടാവണമെങ്കിൽ അത് വേണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്നാണ്. ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ പല സന്തോഷങ്ങളുണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് കാണിക്കുന്നു. ഇവിടെ നിങ്ങൾ കുറച്ച് എന്താ പറയുക, ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ട്. കൂടെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതൊരു ഗുണം ആയി വരുന്നു. ആദ്യകാലങ്ങളിൽ
നിങ്ങൾ ഇതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ പാഠങ്ങൾ നന്നായി പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിലാണെങ്കിലും ശരി, നിങ്ങളുടെ ജീവിതത്തിലാണെങ്കിലും ശരി, ആളുകളെ സെലക്ട് ചെയ്യുന്നത് വളരെ സൂക്ഷിച്ചിട്ടാണ് എന്ന് കാണിക്കുന്നു. എന്ന് വെച്ചാൽ വളരെ വളരെ വ്യക്തതയോടുകൂടിയാണ് ഇപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ധനം അത് നിങ്ങളിലേക്ക് ഒഴുകി വരുന്നു എന്നാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾ എവിടെയാണോ ധനത്തിനെക്കുറിച്ച് നമുക്ക് അട്രാക്റ്റ് ചെയ്തു വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾക്ക് നടക്കുന്നത്. അതായത് പ്രസൻറ്റ് കണ്ടീഷനിൽ നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്തു വരുന്നു നിങ്ങളിലേക്കെല്ലാം എന്നാണ്. കഴിഞ്ഞ ട്രോമയിൽ നിന്നെല്ലാം ഇപ്പോൾ നിങ്ങൾ മുക്തി നേടിയിരിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാം അട്രാക്റ്റ് ചെയ്തു വന്നിരിക്കുന്നു. കാരണം നിങ്ങൾ വളരെ മാഗ്നറ്റിക് പവറുള്ള ഒരു വ്യക്തിയാണ് എന്ന് കാണിക്കുന്നു. ഇല്ല, കാന്തം പോലെയാണ് നിങ്ങളുടെ മനസ്സിലൊരു കാര്യം നിങ്ങൾ ആഗ്രഹിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചാൽ എനിക്കത് വേണം എന്ന് ആഗ്രഹിച്ചു നിങ്ങൾ എൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളത് നേടിയെടുത്തിരിക്കും എന്നാണ്. അത് ഏത് വിഷയവുമായിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആണെങ്കിലും ശരി, പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ കരിയർ, ഫിനാൻസ്, ഏത് കാര്യങ്ങളിലും ഏത് മേഖലയിലാണെങ്കിലും ശരി, നിങ്ങൾ ആഗ്രഹിച്ചാൽ നിങ്ങൾക്ക് അത് നേടിയെടുക്കാൻ കഴിയും എന്നാണ്. കാരണം നിങ്ങളുടെ സോൾ, അതായത് നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവ് പവർ, അതുപോലുള്ള കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് വെളിച്ചം പകരുന്നു, നിങ്ങൾക്കത് മനസ്സിലാക്കി തരുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാനിരിക്കുന്ന ആ പ്രോസ്പെരിറ്റീസൊക്കെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങളോട് പറയുന്നു, ഇത് നിങ്ങൾക്ക് നല്ലതാണ്, ഇത് നിനക്ക് നല്ലതാണ്, ഇത് നീ ചെയ്താൽ നിനക്ക് വിജയിക്കാനും കഴിയും. നിങ്ങൾക്ക് ഒരു അറിവ്, അതാണ് പുതിയ ട്രാൻസ്ഫോർമേഷൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ആ പുതിയ അറിവ് നേടാൻ കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ ഇരുന്ന് തന്നെയാണ് ഇത് പറയുന്നത്, അല്ലാതെ വേറൊരു വ്യക്തിയല്ല. ഇപ്പോൾ നിങ്ങൾക്ക് ആരെയും വിശ്വാസമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് നിങ്ങൾ വിശ്വസിച്ച ആളുകളെല്ലാം നിങ്ങളെ ചതിച്ചിട്ടാണ് പോയത്. ഇപ്പോൾ നിങ്ങൾ ആരെയും വിശ്വസിക്കുന്നില്ല. നിങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. നിങ്ങളിലേക്ക് തിരിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു ഗുണമാണ് അത്. നമുക്ക് ആരെയും ബോധിപ്പിക്കാനില്ല. നമ്മളോട് പറയുന്ന ആ സത്യം അത് നമ്മളുടെ തന്നെയാണ്. നമ്മുടെ സോൾ നമ്മളോട് പറയുന്നു ഇന്നതാണ് നല്ലത്. അതാണ് നമ്മളെ ഒരു ഇൻറ്റ്യൂട്ടീവ് പവർ എന്ന് പറഞ്ഞാൽ. അത് നിങ്ങൾ നേരത്തെ മെഡിറ്റേഷൻ ചെയ്തിരിക്കുന്ന ഒരു കാർഡ് കിട്ടി. ആ മെഡിറ്റേഷൻ്റെ പരമായിട്ടായിരിക്കാം നിങ്ങൾക്ക് വളരെയധികം ഈശ്വരൻ്റെ അനുഗ്രഹം നിങ്ങൾ നേടിയെടുത്തിരിക്കുന്നു. ഇവിടെ നിങ്ങളിലേക്ക് അപ്രതീക്ഷിതമായിട്ട് ഒരു ഫീലിങ്സ്, ഇമോഷൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അപ്രതീക്ഷിതമായിട്ട് നിങ്ങളിലേക്കൊരു ബന്ധം കടന്നു വന്നിരിക്കുന്നു എന്നാണ്. അപ്രതീക്ഷിതമായിട്ടാണ്, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ബന്ധമാണ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു ബന്ധം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിരന്തരം കാണുന്ന വ്യക്തിയായിരിക്കാം ഒരുപക്ഷെ. ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നത് ആ രീതിയിലായിരുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിലൊരു ബന്ധത്തെക്കുറിച്ച് നിങ്ങൾ സ്വപ്നം പോലും കണ്ടിട്ടില്ല, ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷേ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ പ്രസൻറ്റ് കണ്ടീഷൻ കാണിക്കുന്നത് നിങ്ങളെല്ലാം അട്രാക്റ്റ് ചെയ്യുന്നു ഇപ്പോൾ എന്നാണ്. ഒരു അട്രാക്ഷനാണ് ഇവിടെ വരുന്നത്. നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ, നിങ്ങളുടെ ചേഞ്ച് എന്ന് പറഞ്ഞത് അത് ഡിവൈൻ്റെ ഒരു തീരുമാനമാണ്. അതിലൂടെ എല്ലാത്തിനെയും അട്രാക്റ്റ് ചെയ്യുന്നു നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന ഫലിക്കുന്നു. നിങ്ങൾ എന്താണോ പ്രാർത്ഥിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്തായാലും ശരി, അത് നടക്കുന്നു. കാരണം നിങ്ങൾക്ക് മാഗ്നറ്റിക് പവർ ഉണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചാൽ അത് നടന്നിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ജസ്റ്റിസ് കാർഡ് വന്നിട്ടുണ്ട്. ഈ ജസ്റ്റിസ് കാർഡ് എന്ന് പറയുന്നത് ഡിവൈൻ തരുന്ന ജസ്റ്റിസ് ആണ്. കാരണം ഇവിടെ ഒരു ബാലൻസാണ്. കംപ്ലീറ്റ് നമ്മൾ കണ്ടില്ലേ, ഒരു ബാലൻസാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു പക്ഷേ കാണുന്നുണ്ടാവില്ലേ, അത് വന്നിരിക്കുന്നത് ബാലൻസാണ്. കാരണം വെച്ചാൽ ഇതുവരെ എന്താണോ നിങ്ങളെ അലട്ടിയിരുന്ന പ്രശ്നങ്ങൾ, അത് നിങ്ങൾ ഇമോഷണലി ആയിരിക്കാം, നിങ്ങളുടെ ഫിനാൻസിൻ്റെ കാര്യത്തിലായിരിക്കാം, അല്ലെങ്കിൽ ജോലിയുടെ കാര്യത്തിലായിരിക്കാം. നിങ്ങൾ എന്ത് വിഷയത്തിലാണോ നിങ്ങൾ ഇതുവരെ തളർന്നു പോയിരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്കിതുവരെ ലഭിക്കാതിരുന്നത്, അത് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്തു വന്നിരിക്കുന്നു അല്ലെങ്കിൽ വരുന്നു. അതിനി ഒരു പക്ഷേ നിങ്ങളുടെ ഹെൽത്തിൻ്റെ കാര്യമാണെങ്കിൽ പോലും, നിങ്ങളൊരു പക്ഷേ ഹെൽത്തിൻ്റെ കാര്യത്തിലൊക്കെ വളരെയധികം അനുഭവിച്ചിട്ടുണ്ടാവും, കുറച്ച് വേദനകളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും. നമ്മുടെ മാനസികമായിട്ടുള്ള മെൻ്റൽ വറീസ് കൺവേർട്ടഡ് ബൈ ഫിസിക്കൽ ഡിസീസ് എന്ന് പറഞ്ഞതുപോലെ, ആ മെൻ്റൽ വറീസ് ആദ്യകാലങ്ങളിൽ ഒരുപാട് ട്രോമ അനുഭവിച്ചാണ്. അതിൽ നിന്ന് ഒരുപാട് ഫിസിക്കലായിട്ടുള്ള പ്രോബ്ലംസും നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകാം. അതെല്ലാം തന്നെ തരണം ചെയ്ത്, അതെല്ലാം ഇപ്പോൾ ഓവർകം ചെയ്തിട്ട് നിങ്ങളിലേക്ക് നല്ല കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്തു വരുന്നു. ഇവിടെ നമുക്ക് 5 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ചില കാര്യങ്ങൾ പണ്ട് നമ്മൾ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ അനുഭവിച്ചു. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾ അടിച്ചമർത്തി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്, സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നാണ്. നിങ്ങൾ സപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറേ കാര്യങ്ങൾ. കാരണം ഇനി എൻ്റെ ജീവിതത്തിൽ എനിക്കത് വേണ്ട എന്ന് നിങ്ങളെടുത്ത തീരുമാനമാണ്. അത് സപ്രസ്സാണ്, അടിച്ചമർത്തുകയാണ്. അത് ഫീലിങ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, ഏറ്റവും കൂടുതൽ അതാണ് വരുന്നത്. അത് മാത്രമല്ല ഫിനാൻസ്, ഏത് കാര്യത്തിലാണെങ്കിലും ശരി,
ഞാൻ ആരെയും വിശ്വസിക്കില്ല. ഒരു മനുഷ്യനെ കണ്ണടച്ചിട്ട് ഞാൻ വിശ്വസിക്കില്ല. ഒന്ന്, എൻ്റെ ഫീലിങ്സ് എനിക്കിനി വേണ്ട അത്തരം കാര്യങ്ങൾ. അത് ഞാൻ എടുത്ത തീരുമാനം ഇവരെ ഇട്ട് വെച്ചിരിക്കുകയാണ് ആ തീരുമാനം. കാരണം എന്നെ ചതിച്ചിട്ട് പോയ അല്ലെങ്കിൽ അതേമാതിരിയുള്ള ഈ ലോകത്തുള്ള അത്തരം ബന്ധങ്ങൾ, അത്തരം ആളുകളെ ഞാനിനി ഉൾക്കൊള്ളില്ല. അതൊരു അടിച്ചമർത്തി വെച്ചിരിക്കുന്ന മാതിരിയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ വികാരങ്ങളെ അടിച്ചമർത്തി വെച്ചിരുന്നതായിരിക്കാം. നിങ്ങളുടെ വികാരങ്ങളെയൊക്കെ നിങ്ങൾ അടിച്ചമർത്തി ഇനി എനിക്ക് ഇത്തരം കാര്യങ്ങളൊന്നും വേണ്ട, കാരണം ഞാൻ കുറേ അനുഭവിച്ചതാണ്, ഇനി എനിക്ക് വേണ്ട, ആ രീതിയിൽ നിങ്ങൾ വെച്ചിട്ട് നിങ്ങൾ പ്രതിരോധിച്ച് നിൽക്കുന്നു പലതും എന്നാണ്. ആ പ്രതിരോധിച്ച് നിൽക്കുന്നത് നിങ്ങൾക്ക് പിന്നെ മാറാനുള്ള സമയമായി. അതാണ് ഇപ്പോഴത്തെ ട്രാൻസ്ഫോർമേഷൻ. അതായത് നിങ്ങളുടെ ആദ്യകാലങ്ങളിലുണ്ടായ ട്രോമാസ് കാരണമാണ് നിങ്ങൾ പലതും സപ്രസ് ചെയ്തതും അതുപോലെ തന്നെ പ്രതിരോധിച്ച് വെച്ചതും. ഓക്കെ, എന്നാൽ നിങ്ങളിലേക്ക് കടന്നു വരുന്ന പുതിയ ഒരു ജീവിതം കടന്നു വരുന്നു, ഒരു ബന്ധം കടന്നു വരുന്നു. ആ പുതിയ ബന്ധം എന്ന് പറഞ്ഞാൽ ഇന്നേ വരെ നിങ്ങൾ അനുഭവിക്കാത്തതാണ്. ഇന്നേ വരെ നിങ്ങൾ അനുഭവിക്കാത്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾ പല റിലേഷൻഷിപ്പിലൂടെ പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പല ബന്ധങ്ങൾ വന്നിട്ടുണ്ടാകാം, പല ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം, അതിൽ നിങ്ങൾ ചിലരെ ഉൾക്കൊണ്ടിട്ടുണ്ടാകാം. ആ ആളുകളിൽ നിന്ന് തികച്ചും വിഭിന്നമായി മറ്റൊരു പാറ്റേണിലൂടെ പോകുന്ന ആ ഒരു ബന്ധമാണ് ഇപ്പോൾ നിങ്ങളെ തേടിയെത്തിയിരിക്കുന്നത്. ഇത് എത്തിയിരിക്കുന്നു എന്നാണ് അവിടെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് എത്തിയിരിക്കുന്നു എന്നാണ്. അതായത് കഴിഞ്ഞ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ബന്ധങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ലെറ്റ് ഗോ ചെയ്ത് പുതിയ ബന്ധത്തിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെച്ചിരിക്കുന്നു എന്നാണ്. അത് നിങ്ങൾക്ക് തരുന്നത് ജീവിതാനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നേ വരെ നിങ്ങൾ അനുഭവിക്കാത്ത ഏറ്റവും പാവനമായ കാര്യങ്ങളിലൂടെയാണ് എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ഗോഡ്. പേജ് ഓഫ് വാൻസ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു സംശയം ഇവിടെ കിടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു കൺഫ്യൂഷനാണ്, ആലോചനയാണ്. ഇത് വേണോ, ഇത് നടക്കുമോ, അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വീണ്ടും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ കഴിഞ്ഞ കാലങ്ങളെ പോലെ ആകുമോ എന്നുള്ളൊരു കൺഫ്യൂഷനുണ്ട്. എന്നാൽ ആ കൺഫ്യൂഷനെ കാറ്റിൽ പറത്തിക്കൊണ്ട് അത് ഗ്രോ ചെയ്യുന്നു എന്നാണ്, അത് വളർന്നു വരുന്നു എന്നാണ്. അത് നിങ്ങളിലേക്ക്, നിങ്ങളുടേതാണത്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന പുതിയ ആൾ അല്ലെങ്കിൽ പുതിയ വ്യക്തി എന്ന് പറയുന്നത് അത് നിങ്ങളുടേതാണ്, തികച്ചും നിങ്ങളുടേതാണ്. അപ്പോൾ എന്ത് ആശയക്കുഴപ്പങ്ങൾ അവിടെ വന്നാലും ശരി, അതിനെയൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് അത് അതിന് ഗ്രോത്ത് വരുന്നു എന്നാണ്. ഓക്കെ, ക്യൂൻ ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? അവിടെ വളരെ നറിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫലഭൂയിഷ്ടമായ ഇവിടെ ഒരു ഫ്ലവറൊക്കെയാണ് കാണിക്കുന്നത് അല്ലേ? ഒരു രാജകീയ പ്രൗഢിയിലൂടെ അത്രയും വലിയ ഒരു ബന്ധമാണ്, അത്രയും നന്മ നിറഞ്ഞ ഒരു വ്യക്തി ആണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ കടന്നു വരുന്നത്, അല്ലെങ്കിൽ കടന്നു വന്നിരിക്കുന്നത്. മിക്കവാറും പേർക്ക് കടന്നു വന്നിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. ഓക്കെ, ഇവിടെ ജഡ്ജ്മെൻറ്റ് കാർഡ് വന്നിട്ടുണ്ട്. നമുക്ക് ജഡ്ജ്മെൻറ്റ് കാർഡ് എന്ന് പറയുമ്പോഴത്തേന് ഇവിടെ ജസ്റ്റിസ് നേരത്തെ നമ്മൾ കണ്ടു. ജഡ്ജ്മെൻറ്റ് കാർഡ് എന്ന് പറയുന്നത് ഗബ്രിയേൽ മാലാഖയുടെ ആ ഒരു കാഹളം ഊതിയുള്ള ആളുകളുടെ കാത്തിരിപ്പിനെ, ആളുകളുടെ വേദനകളെ, ആളുകളുടെ സങ്കടങ്ങളെ എല്ലാവർക്കും ആ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ കാര്യങ്ങൾ ശുഭമാക്കി കൊടുക്കുന്നു എന്നാണ്. നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നു, അത് ബ്ലസ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ്. നിങ്ങൾക്കത് ബ്ലസ് ചെയ്ത് കിട്ടിയതാണ്. നിങ്ങളിവിടെ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല എന്നാണ് കാണിക്കുന്നത്. അത് ബ്ലസ് ചെയ്ത് തന്നെ ഡിവൈൻ തന്നിരിക്കുന്ന ബന്ധമാണ്. ഡിവൈനാണ് അത് തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങൾ തീരുമാനിച്ചാൽ ഒന്നും കാര്യങ്ങൾ നടക്കില്ല. നിങ്ങളോ ഞാനോ ഒന്നും വിചാരിച്ചാലൊന്നും ഒരു കാര്യവും നടക്കില്ല ഈ ലോകത്ത്. പക്ഷേ വിചാരിക്കേണ്ട ആൾ തന്നെ അത് വിചാരിച്ചിരിക്കുന്നു എന്നാണ്. അത് കിട്ടിയ ഭയങ്കര ഭാഗ്യമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ 6 ഓഫ് വാൻസ്, അപ്പോൾ അത് സക്സസ് ആയിട്ട് വരുന്നു എന്നാണ്. നിങ്ങളതിനെ കൺഫ്യൂഷൻ വെക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ പക്ഷേ നിങ്ങൾക്ക് സമൂഹത്തിലുള്ള അംഗീകാരമായിരിക്കാം കിട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തന്നെ ഇതിൻ്റെ ലൈഫിലെ വിജയങ്ങൾ ആഘോഷിക്കാനുള്ള സമയമായിരിക്കുന്നു എന്നാണ്. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് അനുകൂലമായി വരുന്നു എന്നാണ്. നമുക്ക് ട്രാൻസ്ഫോർമേഷൻ വളരെ വലിയ ട്രാൻസ്ഫോർമേഷനാണ് കേട്ടോ വന്നിരിക്കുന്നത്. ജൂലൈ മാസത്തിൽ നിങ്ങൾ ഒരുപാട് നല്ല നല്ല അനുഭവങ്ങളിലൂടെ കുറേ ആളുകൾ കടന്നു പോകുന്നു എന്നാണ് കേട്ടോ കാണിക്കുന്നത്. ഞാൻ പറഞ്ഞു എല്ലാവരുടെ എനർജി അല്ല, ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആകുമ്പോൾ എല്ലാവർക്കും അത് റെസണേറ്റ് ആവില്ല. ഇവിടെ കപ്സ് വന്നിട്ടുണ്ട്. 10 ഓഫ് കപ്സ് പൂർണ്ണതയാണ് കാണിക്കുന്നത്, അതായത് ഫുൾഫിൽമെൻറ്റ്. ഇന്നേ വരെ നിങ്ങൾ അനുഭവിക്കാത്ത ജീവിത സുഖങ്ങൾ, സന്തോഷങ്ങൾ,
ഉം. അതാണ് നമ്മളെ ജീവിതത്തിലെ സുഖവും സന്തോഷവും എപ്പോൾ നമ്മൾ സുഖവും സന്തോഷവും അനുഭവിക്കുന്നു, അപ്പോഴാണ് നമുക്ക് മറ്റുള്ളവർക്കും ആ സുഖം സന്തോഷമൊക്കെ പകർന്നു കൊടുക്കുവാനും കഴിയുള്ളൂ എന്നൊരു ആ, പിന്നെ സത്യമുണ്ട്. അതൊരു തത്വം തന്നെയാണ്, ഒരു സത്യമാണത്. അപ്പം നമ്മൾക്കത് അനുഭവിക്കാൻ കഴിയുമ്പോഴാണ് മറ്റുള്ളവർക്കും കൂടി അത് പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയുക. അത് നിങ്ങൾക്കിവിടെ ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഫാമിലിയായിട്ട് നിങ്ങൾക്ക് വളരെ, അല്ലെങ്കിൽ പുതിയൊരു ബന്ധത്തിലൂടെ നിങ്ങൾ ഫാമിലിയാകുന്നു, നിങ്ങൾ പിന്നെ പ്രൊപ്പോസൽ വരുന്നു, മാര്യേജ് വരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു. സിംഗിളാണെങ്കിൽ കേട്ടോ, നിങ്ങളുടെ റിലേഷൻ എന്തായാലും ശരി, അതിനനുസരിച്ച് എടുക്കണം. നിങ്ങൾക്ക് ശരിക്കും ഗൈഡൻസ് കിട്ടിയിരിക്കുന്നത് 10 ഓഫ് പെനക്കിൾസ് ആണ്. അപ്പോൾ ഇത് ഡിവൈൻ തന്ന ഒരു ബന്ധമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ആ ഡിവൈൻ തന്ന ബന്ധം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സർവ്വ പ്രോസ്പെരിറ്റിയുമാണ് ഈ ബന്ധത്തിലൂടെ കടന്നു വരുന്നതെന്നാണ്. ഈ ബന്ധം എന്ന് പറയുന്നത് അത്ര പവർഫുള്ളായിട്ടുള്ള ബന്ധമാണ്. പ്രോസ്പെരിറ്റി വരുന്നു അവിടെ നിങ്ങൾക്ക് മാത്രമല്ല, അത് നിങ്ങളുടെ വ്യക്തിക്കും, ഈ വരുന്ന വ്യക്തിക്കും അത് വളരെയധികം അനുഭവിക്കുവാനുള്ള ഭാഗ്യം കാണുന്നു, യോഗമുണ്ട് എന്നാണ് കാണിക്കുന്നത്. അത് നിങ്ങളുമായിട്ടുള്ള ആ ഒരു പിന്നെ എന്താ പറയുക, റീജോയിൻ, അല്ലെങ്കിൽ എന്താ പറയുക, കല്യാണം, വിവാഹം, ഏത് കാര്യമാണെങ്കിലും ശരി, എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് പ്രോസ്പെരിറ്റിയാണ് എന്ന് ഗൈഡൻസ് പറയുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുറേ കാലങ്ങളായി അനുഭവിച്ചിരുന്ന ആ ട്രോമ ഒക്കെ പോയി നമ്മൾ ഇപ്പോൾ വളരെയധികം പവർഫുള്ളായിട്ടുള്ള ആ ഒരു ചേഞ്ച് നമ്മളുടെ ലൈഫിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അത് ഈശ്വരൻ രണ്ട് കൈ കൊണ്ടും അനുഗ്രഹിച്ച് തന്നിരിക്കുന്നതാണെന്ന ബോധം നമുക്കുണ്ടായിരിക്കണം. നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യണം. എല്ലാ സന്തോഷങ്ങളും എപ്പോഴും നമുക്ക് നിലനിൽക്കുന്നതല്ല, എപ്പോഴും നമ്മുടെ കൈകളിൽ എത്തിച്ചു വരുന്നതുമല്ല. എന്നാൽ നമുക്ക് ചില സമയങ്ങളിൽ നമുക്കിതെല്ലാം നമ്മളുടെ കൈകളിലേക്ക് വന്ന് ചേരും. ഓക്കെ, അപ്പം ഇപ്പം എത്ര പേർക്ക് ഇത് റെസനേറ്റ് ആവുന്നെങ്കിൽ എനിക്കറിയില്ല, ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് റെസനേറ്റ് ആവുന്നവർ എടുക്കണം, അല്ലാത്തവർ പിന്നെ വിട്ടേക്കണം. ഇത് എൻ്റെ റീഡിംഗ് അല്ല എന്നൊന്നും പറയണ്ട. കാരണം നിങ്ങളുടെ റീഡിംഗ് എടുക്കണമെങ്കിൽ പേഴ്സണൽ റീഡിംഗ് എടുക്കണം. ഓക്കെ, ആ പേഴ്സണൽ റീഡിംഗ് എടുക്കണമെങ്കിൽ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ വിളിക്കാം, കോൺടാക്റ്റ് ചെയ്യാം. എന്നെ മാത്രം വിളിക്കണമെന്നൊന്നുമില്ല, ഈ ആരെ വേണമെങ്കിലും വിളിക്കാം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അത് പിന്നെ അറിയണമെന്ന് താല്പര്യമുള്ളവർക്ക്, എൻ്റെ റീഡിങ് എനിക്ക് കിട്ടണം കൃത്യമായിട്ട്, അങ്ങനെയുള്ളവർക്ക്. ഓക്കെ, മെയിൽ ഓർ ഫീമെയിൽ ഞാൻ നേരത്തെ എല്ലാം പറഞ്ഞു. സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാവരും പിന്നെ ഓൾ ഓപ്ഷനൊക്കെ ഇട്ട് വെക്കണം കേട്ടോ, ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്തിട്ട്. ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.